ശിവൻകുട്ടി സഖാവിന്റെ ഷട്ടി കണ്ടേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് അലമുറയിട്ട് കരയുന്ന മൂരികളായ ലീഗുകാരെ ഈ മലന്ന് കടന്ന് ഉണയ്ക്ക വാഴയ്ക്കാപ്പത്തിൽ തടവി കിടക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ലാൽ സലാം സഖാക്കളെ, നന്മയുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സഖാവ് ഷമീർ ഷാവുദ്ദീൻ വർക്കല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവും അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും സംഘപരിവാർ അനുകൂലിയും BJPയിലേക്ക് ആൾക്കാരെ എത്തിക്കുന്ന റിക്രൂട്ട് ഏജന്റുമായ കോൺഗ്രസ് നേതാവുമായ VD സതീശനുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും പ്രസ്താവനകളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയകളിൽ ഇടതുപക്ഷ സൈബർ പോരാളികളും കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ പോരാളികളും തമ്മിൽ കടുത്ത പോരാട്ടങ്ങളായിരുന്നു. ഇതിൽ മൂരികൾക്കാണ് ഏറ്റവും കൂടുതൽ കയറ് പൊട്ടിച്ച് മുക്രയിട്ട് ഓടുന്നത്. ഏത് മൂരികൾ എന്ന് ചോദിച്ചാൽ പാണക്കാട് സാദിഖ് അലി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക്കിലെ 4 മൂരികൾക്ക് വരെ വിവരം വെച്ചിട്ടും ഇതുവരെ വിവരം വെക്കാത്ത ചില ഇരികാലി മൂരികളാണ് ഈ കയറ് പൊട്ടിച്ച് മുക്രയിട്ട് ഓടുന്നത്. അവർ പറയുന്നത് 2015 നിയമസഭ ഉപരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചില അനിഷ്ട സംഭവങ്ങളുടെ ഫോട്ടോയും വീഡിയോസും എടുത്ത് പ്രദർശിപ്പിച്ചിട്ട് ശിവൻകുട്ടി സഖാവിന്റെ ഷട്ടി കണ്ടേ എന്നാണ് ഈ ഇരികാലി മൂരികൾ അലമുറയിട്ട് കരയുന്നത്. ശിവൻകുട്ടി സഖാവിന്റെ ഷട്ടിയുടെ ഫോട്ടോയും പൊക്കിക്കൊണ്ട് നടക്കുന്ന ഇരികാലി മൂരികളെ ദാ ഈ മലന്ന് കിടക്കുന്നത് ആരാണെന്നറിയാമോ? പാണക്കാട് സാദിഖ് അലിയുടെ മൂത്ത ചേട്ടനായ പാണക്കാട് ഹൈദരാലി സാഹിബിന്റെ അതിനും മൂത്ത മർഹൂം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് സാഹിബിന്റെ മൂത്ത മകനായ പാണക്കാട് ബഷീർ അലിയാണ് ഈ മലന്ന് കിടന്ന് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാണക്കാട് ബഷീർ അലി എന്ന് പറഞ്ഞാൽ പോരാ, പാണക്കാട് ബഷീർ അലി കുണ്ടൻ എന്ന് തന്നെ വിളിക്കണം. കാരണം ഈ വീഡിയോയുടെ അപ്പുറത്തുള്ളത് ഒരു കൊച്ചു പയ്യനാണ്, ചെറിയ കുഞ്ഞാമണിയുള്ള ഒരു കൊച്ചു പയ്യൻ. വ്യഭിചാരം ഇസ്ലാമിൽ അനുവദനീയമല്ല. സ്വവർഗരതിയും അതിനേക്കാളും കടുത്ത ശിക്ഷ കിട്ടുന്നതാണ് ഇസ്ലാമിൽ. പക്ഷെ പാണക്കാട് മൂരികൾ നേതൃത്വം കൊടുക്കുന്ന ലീഗിനും ഇതൊക്കെ ഹലാലാണെന്നുള്ള കാര്യം മലയാളികൾക്ക് പൊതുവെ അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ കാണുന്നതിൽ ആ സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ സ്റ്റിക്കർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ ഉണങ്ങിയ വാഴയ്ക്കാപ്പത്തിൽ തടവി കിടക്കുന്ന പാണക്കാട് ബഷീർ അലിയുടെ ശിവൻകുട്ടി സഖാവിനൊരു ഷഡ്ഡിയെങ്കിലും ഉണ്ടായിരുന്നു. ഒരു ഷഡ്ഡി പോലുമില്ലാതെ, അരയ്ക്ക് താഴ്പോട്ട് ഉടുതോണി പോലുമില്ലാതെ ഉണക്ക വാഴയ്ക്കാപ്പത്തിൽ തടവി കിടക്കുന്ന ഈ മഹാന് ആദ്യം നിങ്ങളൊരു ഷഡ്ഡിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. കത്തുവ ഫണ്ടും സുനാമി ഫണ്ടും ഉന്നോവ ഫണ്ടും അതുപോലെ തന്നെ പല ഫണ്ടുകളും പിരിച്ച പൈസ നിങ്ങളുടെയൊക്കെ കയ്യിലില്ലേ? അതുപോലെ തന്നെ ഉടുമുണ്ട് കൊടുത്ത തട്ടിപ്പ് നടത്തിയ പൈസയും കയ്യിലുണ്ട്. ഒരു ഷഡ്ഡി വാങ്ങി കൊടുക്കാൻ നിങ്ങളുടെ കാശില്ലേ? ഇനി പാണക്കാട് ബഷീർ അലിക്ക് ഇടാൻ വേണ്ടി ഈ ശിവൻകുട്ടി സഖാവിന്റെ ഷഡ്ഡി ഊരി കൊടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിനുള്ള യോഗ്യതയൊന്നും പാണക്കാട് ബഷീർ അലിക്കില്ല എന്നുകൂടി പറയുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ ചില മൂരികൾ പറയുന്നത് നാളെ മൂരികളുടെ സ്വർഗത്തിൽ, അള്ളാഹുവിന്റെ സ്വർഗമല്ല, ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗമല്ല, മൂരികൾക്ക് വേണ്ടി ഏണിമതക്കാർക്ക് വേണ്ടി പ്രത്യേകം പാണക്കാട് കുടുംബം പണികടിപ്പിച്ച സ്വർഗത്തിൽ തേങ്ങാ പൂള് പതിച്ച പച്ച കൊടി കെട്ടാനുള്ള കൊടിമരമാണെന്ന് കൂടിയാണ് ചില ലീഗുകാർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് കൊടിമരമായാലും ഉണങ്ങിയ വാഴയ്ക്കാപ്പമായാലും തടവി കിടക്കുന്നത് കേരളക്കരയാകെ മൊത്തം കണ്ടതാണ്. അപ്പൊ പാണക്കാട് ബഷീർ അലിക്ക് ഒരു ഷട്ടി എങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും രാഷ്ട്രീയ ബോധ്യമെങ്കിലും ഈ ഇരുകാലി മൂരികൾക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാര്യം നിങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളാണല്ലോ, നിങ്ങളും മലയാളികളാണല്ലോ, നിങ്ങളും കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊരു വിഷമമാണ്. അപ്പൊ ശിവൻകുട്ടി സഖാവിന്റെ ഷെഡിയുള്ള ഫോട്ടോയും വീഡിയോസുമാണോ, അതോ ചെട്ടി പോലുമില്ലാതെ പെടുക്കുന്ന സാധനം പുറത്തിട്ട് തടവി കിടക്കുന്ന പാണക്കാട് ബഷീർ അലിയുടെ ഈ വീഡിയോ ആണോ ഏറ്റവും കൂടുതൽ വൈറലും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള ചോദ്യം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.